ഹായ് ഓൾ, ചാപ്റ്റർ 6 ദ ബയോളജി ഓഫ് മൂവ്മെൻറ്റിൻ്റെ നോട്ട്സാണ് ഇന്നത്തെ വീഡിയോയിൽ. ഓക്കെ, ഫസ്റ്റ് ഹെഡിങ് ഇമ്പോർട്ടൻസ് ഓഫ് എക്സസൈസ്. ഇൻക്രീസസ് ബ്ലഡ് സർക്കുലേഷൻ ത്രൂ ഔട്ട് ദ ബോഡി. നമ്മുടെ ബോഡിയിൽ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യും. കാർഡിയാക് മസിൽസ് ബിക്കം സ്ട്രോങ്. എക്സസൈസ് ചെയ്യുന്നത് കൊണ്ട് കാർഡിയാക് മസിൽസ്, ഹാർട്ടിൻ്റെ മസിൽസ് സ്ട്രോങ് ആയി മാറും. സ്റ്റോർഡ് ഫാറ്റ് ഈസ് ബ്രോക്കൺ ഡൗൺ ആൻഡ് ദെയർ ബൈ ഒബസിറ്റി ഈസ് റെഡ്യൂസ്ഡ്. സ്കിന്നിന് താഴെ സ്റ്റോർ ചെയ്യുന്ന എക്സ്ട്രാ ഫാറ്റ് റെഡ്യൂസ് ചെയ്യും. അത് കാരണം ഒബസിറ്റി റെഡ്യൂസ് ചെയ്യും. ഒബസിറ്റി എന്ന് പറഞ്ഞാൽ പൊണ്ണത്തടി. സ്വെറ്റ്സ് മോർ, സോ മോർ വേസ്റ്റ് ഈസ് എലിമിനേറ്റഡ് ത്രൂ സ്വെറ്റ്. നമ്മൾ കൂടുതലായി വിയർക്കും. സോ വിയർപ്പിലൂടെ ഒരുപാട് വേസ്റ്റ് മെറ്റീരിയൽസ് എലിമിനേറ്റ് ചെയ്യും. എക്സ്ചേഞ്ച് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസസ് ബിക്കംസ് മോർ എഫക്റ്റീവ്. റെസ്പിറേറ്ററി ഗ്യാസസ് ആയ ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എക്സ്ചേഞ്ച് പ്രോസസ്സ് കുറച്ചും കൂടി എഫക്റ്റീവ് ആവും. വൈറ്റൽ കപ്പാസിറ്റി ഇൻക്രീസസ്. ലങ്സിൻ്റെ വൈറ്റൽ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യും. മോർ കാപ്പിലറീസ് ആർ ഫോംഡ് ഇൻ മസിൽസ്. മസിൽസിൽ ഒരുപാട് ബ്ലഡ് വെസൽസ്, കാപ്പിലറീസ് ഫോം ചെയ്യും. ഇൻക്രീസസ് ദ എഫിഷ്യൻസി ഓഫ് മസിൽസ്. മസിൽസിൻ്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യും. നെക്സ്റ്റ് ഹെഡിങ് ടൈപ്സ് ഓഫ് ബോഡി മൂവ്മെൻറ്റ്സ്. രണ്ട് ടൈപ്പ് ബോഡി മൂവ്മെൻറ്റ്സ് ഉണ്ട്, വോളണ്ടറി മൂവ്മെൻറ്റ്സ് ആൻഡ് ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സ്. ഫസ്റ്റ് വൺ വോളണ്ടറി മൂവ്മെൻറ്റ്സ്. ദ മൂവ്മെൻറ്റ്സ് വിച്ച് ക്യാൻ ബി കൺട്രോൾഡ് ബൈ അവർ വിൽ ആർ കോൾഡ് വോളണ്ടറി മൂവ്മെൻറ്റ്സ്. നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന മൂവ്മെൻറ്റ്സിനെയാണ് വോളണ്ടറി മൂവ്മെൻറ്റ്സ് എന്ന് പറയാം. ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സ്, ദ മൂവ്മെൻറ്റ്സ് വിച്ച് കനോട്ട് ബി കൺട്രോൾഡ് ബൈ അവർ വിൽ ആർ കോൾഡ് ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സ്. നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്ത മൂവ്മെൻറ്റ്സ് ആണ് ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സ്. എക്സാമ്പിൾസ്, വോളണ്ടറി മൂവ്മെൻറ്റ്സിന് എക്സാമ്പിൾ ഹാൻഡ് മൂവ്മെൻറ്റ്സ്, മൂവ്മെൻറ്റ് ഓഫ് ടങ്. ഇത് നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന മൂവ്മെൻറ്റ്സ് ആണ്. ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സിന് എക്സാമ്പിൾ ഹാർട്ട് ബീറ്റ്, മൂവ്മെൻറ്റ് ഓഫ് ഇൻറ്റസ്റ്റൈൻ. നമുക്ക് ഹാർട്ട് ബീറ്റ് കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. അതേപോലെ ഇൻറ്റസ്റ്റൈനിൻ്റെ മൂവ്മെൻറ്റും കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. സോ ദേ ആർ ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സ്. ബോഡി മൂവ്മെൻറ്റ്സ് നടക്കണമെങ്കിൽ മസിൽസും ബോൺസും സഹായിക്കണം. സോ വിച്ച് ആർ ദ ടൈപ്സ് ഓഫ് മസിൽസ്? ഒരു ബോക്സ് പ്രിപ്പയർ ചെയ്യുക. ഫസ്റ്റ് കോളം മസിൽസ്, നെക്സ്റ്റ് കോളം ക്യാരക്ടറിസ്റ്റിക്സ്. അതിൽ ഫസ്റ്റ് ടൈപ്പ് ഓഫ് മസിൽ സ്കെലറ്റൽ മസിൽ ഓർ സ്ട്രൈറ്റഡ് മസിൽ. ക്യാരക്ടറിസ്റ്റിക്സ് സീൻ അറ്റാച്ച്ഡ് ടു ബോൺസ്. ബോൺസിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കാണുന്ന മസിലാണ് സ്കെലറ്റൽ മസിൽ ഓർ സ്ട്രൈറ്റഡ് മസിൽ. സിലിണ്ട്രിക്കൽ സെൽ, അതിൻ്റെ ഷേപ്പ് സിലിണ്ട്രിക്കലാണ്. സെൽസിൻ്റെ ഷേപ്പ് സിലിണ്ട്രിക്കലാണ്. ഡാർക്ക് ആൻഡ് ലൈറ്റ് സ്ട്രയേഷൻസ് ആർ സീൻ. മസിൽസിൻ്റെ മേലെ ഡാർക്ക് കളറിലും ലൈറ്റ് കളറിലുള്ള ലൈൻസ് കാണാം, സ്ട്രയേഷൻസ് കാണാം. മേക്ക് വോളണ്ടറി മൂവ്മെൻറ്റ്സ് പോസിബിൾ. വോളണ്ടറി മൂവ്മെൻറ്റ്സിന് സഹായിക്കുന്നത് സ്കെലറ്റൽ മസിൽ ഓർ സ്ട്രൈറ്റഡ് മസിലാണ്. സെക്കൻഡ് ടൈപ്പ് സ്മൂത്ത് മസിൽ ഓർ നോൺ സ്ട്രൈറ്റഡ് മസിൽ. സീൻ ഇൻ ഇൻറ്റേർണൽ ഓർഗൻസ് ലൈക്ക് സ്റ്റൊമക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആൻഡ് ബ്ലഡ് വെസൽസ്. ഇൻറ്റേർണൽ ഓർഗൻസിൽ കാണുന്ന മസിലാണ് സ്മൂത്ത് മസിൽ. സ്പിൻഡിൽ ഷേപ്പ്ഡ് സെൽസ് ആണ്. അതിൻ്റെ സെൽസിൻ്റെ ഷേപ്പ് സ്പിൻഡിൽ ഷേപ്പ്ഡ് ആണ്. രണ്ടറ്റത്തും പോയിൻറ്റഡ് ആയിട്ടുള്ള സെൽസ്. നോ സ്ട്രയേഷൻസ്, സ്ട്രയേഷൻസ് ആബ്സെൻ്റ് ആണ്. മേക്ക് ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സ് പോസിബിൾ. ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സിനെ സഹായിക്കുന്നത് സ്മൂത്ത് മസിൽസ് ആണ്. തേർഡ് ടൈപ്പ് കാർഡിയാക് മസിൽ. സീൻ ഓൺ ദ വാൾസ് ഓഫ് ദ ഹാർട്ട്. ഹാർട്ടിൽ മാത്രം കാണുന്ന മസിലാണ് കാർഡിയാക് മസിൽ. ബ്രാഞ്ചഡ് സെൽസ്, സെൽസിൽ ബ്രാഞ്ചസ് കാണാം. സ്ട്രയേഷൻസ് ആർ സീൻ, സ്ട്രയേഷൻസ് പ്രസൻ്റ് ആണ്. മേക്ക് ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സ് പോസിബിൾ. ഹാർട്ട് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ഇൻവോളണ്ടറി മൂവ്മെൻ്റ് ആണ്. സോ ഇൻവോളണ്ടറി മൂവ്മെൻറ്റിന് സഹായിക്കുന്നത് കാർഡിയാക് മസിലാണ്. നെക്സ്റ്റ് സൈഡ് ഹെഡിങ് മസിൽ ഫാറ്റിക്. വെൻ വി എൻഗേജ് ഇൻ കണ്ടിന്യൂസ് ആൻഡ് സ്ട്രെനസ് എക്സസൈസസ്, ഇഫ് സഫിഷ്യൻറ്റ് ഓക്സിജൻ ഈസ് നോട്ട് അവൈലബിൾ, ലാക്റ്റിക് ആസിഡ് അക്യുമുലേറ്റ്സ് ഇൻ ദ മസിൽസ് ത്രൂ അനൈറോബിക് റെസ്പിറേഷൻ. നമ്മൾ കണ്ടിന്യൂസ് ആയി വർക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിയിലുള്ള ഓക്സിജൻ മൊത്തം ഫിനിഷ് ആവും. ഓക്കെ, ആ സമയത്ത് നമ്മുടെ ബോഡി അനൈറോബിക് റെസ്പിറേഷൻ നടത്തി ലാക്റ്റിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഇങ്ങനെ ലാക്റ്റിക് ആസിഡ് അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ്? ദിസ് ഇൻക്രീസസ് ആസിഡിറ്റി ഇൻ മസിൽസ്. മസിൽസിൽ ആസിഡിറ്റി ഇൻക്രീസ് ചെയ്യും. കാരണം ലാക്റ്റിക് ആസിഡ് അക്യുമുലേറ്റ് ചെയ്തു അല്ലേ. ദിസ് സ്ലോ ഡൗൺ ദ ആക്ഷൻ ഓഫ് മെനി എൻസൈംസ് അസോസിയേറ്റഡ് വിത്ത് മസിൽ കോൺട്രാക്ഷൻ. ആസിഡിറ്റി ഇൻക്രീസ് ചെയ്യുന്നത് കാരണം മസിൽ കോൺട്രാക്ഷന് സഹായിക്കുന്ന ഒരുപാട് എൻസൈംസിൻ്റെ ആക്ടിവിറ്റി റെഡ്യൂസ് ചെയ്യും, സ്ലോ ഡൗൺ ചെയ്യും. മസിൽസ് ഗെറ്റ് എക്സ്ഹോസ്റ്റഡ് ആൻഡ് ടെമ്പററിലി ലോസ് ദെയർ പവർ ഓഫ് കോൺട്രാക്ഷൻ. സോ എൻസൈംസിൻ്റെ ഫങ്ഷനിങ് റെഡ്യൂസ് ചെയ്യുന്നത് കാരണം മസിൽസ് ടെമ്പററിലി, അതായത് തൽക്കാലത്തേക്ക് മസിൽസിൻ്റെ കോൺട്രാക്ഷൻ പവർ നഷ്ടപ്പെടും. മസിൽസിന് കോൺട്രാക്ട് ചെയ്യാൻ സാധിക്കില്ല. ദിസ് കണ്ടീഷൻ ഈസ് കോൾഡ് മസിൽ ഫാറ്റിക്. അതിനാണ് മസിൽ ഫാറ്റിക് എന്ന് പറയാം. ഓൺ ടേക്കിംഗ് റെസ്റ്റ്, ദ ലാക്റ്റിക് ആസിഡ് ഈസ് ഡിസ്പെൽഡ് ഫ്രം ദ മസിൽസ് ആൻഡ് ദേ റീഗെയിൻ ദെയർ കപ്പാസിറ്റി ഫോർ കോൺട്രാക്ഷൻ. സോ അങ്ങനെ മസിൽ ഫാറ്റിക് അനുഭവപ്പെട്ടാൽ കുറച്ച് സമയം റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ലാക്റ്റിക് ആസിഡ് പിന്നീട്
ഡിസ്പെല്ലായി പോവും. പിന്നീട് മസിൽസിനെ കോൺട്രാക്ട് ചെയ്യാനുള്ള കഴിവ് തിരിച്ചിട്ടു. മസിൽസിൻ്റെ കൂടെ ബോഡി മൂവ്മെൻറ്റ്സിനെ സഹായിക്കുന്നത് ബോൺസ് ആണ്. സോ ഹ്യൂമൻ സ്കെലട്ടണിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ബോൺസ് ആണ് നെക്സ്റ്റ് ടോപ്പിക്. സോ നെക്സ്റ്റ് സൈഡ് ഹെഡിങ് ഹ്യൂമൻ സ്കെലട്ടൺ. ഹ്യൂമൻ സ്കെലട്ടൺ ഹാസ് 206 ബോൺസ്. ഹ്യൂമൻ സ്കെലട്ടൺ രണ്ടായി ഡിവൈഡ് ചെയ്യാം. ആക്സിയൽ സ്കെലട്ടൺ 80 ബോൺസ്, അപ്പൻഡിക്കുലാർ സ്കെലട്ടൺ 126 ബോൺസ്. ഓക്കെ, ഇതിൽ ആക്സിയൽ സ്കെലട്ടണിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ബോൺസ് ആണ് സ്കൾ, സ്റ്റേർണം, റിബ്സ്, വെർട്ടിബ്രൽ കോളം. സ്കൾ ബോൺ 29, സ്റ്റേർണം ഒരെണ്ണം, ചെസ്റ്റ് ബോൺ ആണ് സ്റ്റേർണം, റിബ്സ് 24, വെർട്ടിബ്രൽ കോളം 26. എപ്പൻഡിക്കുലാർ സ്കെലട്ടണിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ബോൺസ് ആണ് ഫോർലിം, ഹൈൻലിം, പെക്ടറൽ ഗേർഡിൽ, പെൽവിക് ഗേർഡിൽ. ഫോർലിം ബോൺസ് 60, രണ്ട് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് കൂടി 30 + 30 60, ഹൈൻലിം 60, പെക്ടറൽ ഗേർഡിൽ 4, pelvic girdle 2. So total 206 bones in human skeleton. Next heading antagonistic muscles. When one muscle contracts, another muscle relaxes. These pairs of muscles which are opposite in action are called antagonistic muscle. ഒരു മസിൽ കോൺട്രാക്ട് ചെയ്യുമ്പോൾ മറ്റേ മസിൽ റിലാക്സ് ചെയ്യും. ഇങ്ങനെയുള്ള പെയർ ഓഫ് മസിൽസിനെയാണ് ആൻറ്റഗോണിസ്റ്റിക് മസിൽസ് എന്ന് പറയുക. ദാറ്റ് മീൻസ് ഒരു മസിൽ കോൺട്രാക്ട് ചെയ്യുമ്പോൾ മറ്റേ മസിൽ റിലാക്സ് ചെയ്യും, മറ്റേ മസിൽ കോൺട്രാക്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ മസിൽ റിലാക്സ് ചെയ്യും. ഓക്കെ, എക്സാമ്പിൾ ഫ്ലക്സർ ആൻഡ് എക്സ്റ്റെൻസർ മസിൽ ഇൻ ഫോർലിംസ്. നമ്മുടെ ഫോർലിംസിലുള്ള കയ്യിലുള്ള ഫ്ലക്സർ ആൻഡ് എക്സ്റ്റെൻസർ മസിൽ. ലിസൺ, ഓൺ ഫോൾഡിങ് ദ ഫോർലിം. നമ്മൾ ഫോർലിംബ് ഫോൾഡ് ചെയ്ത് പിടിച്ചാൽ, മടക്കി പിടിച്ചാൽ ഫ്ലക്സർ മസിൽ കോൺട്രാക്ട് ചെയ്യും, എക്സ്റ്റെൻസർ മസിൽ റിലാക്സസ്. എക്സ്റ്റെൻസർ മസിൽ റിലാക്സ് ചെയ്യും. ഓൺ എക്സ്റ്റെൻഡിങ് ദ ഫോർലിം, നമ്മൾ ഫോർലിംബ് എക്സ്റ്റെൻഡ് ചെയ്താൽ, നിവർത്തി പിടിച്ചാൽ ഫ്ലക്സർ മസിൽ റിലാക്സസ്. ഫ്ലക്സർ മസിൽ റിലാക്സ് ചെയ്യും, എക്സ്റ്റെൻസർ മസിൽ കോൺട്രാക്ട് ചെയ്യും. സോ രണ്ടിൻ്റെ ആക്ഷനും ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ടാണ് ദേ ആർ കോൾഡ് ആൻറ്റഗോണിസ്റ്റിക് മസിൽസ്. നെക്സ്റ്റ് അബൌട്ട് ജോയിൻസ്. ജോയിൻസ് ആർ ദ മീറ്റിംഗ് പ്ലേസ് ഓഫ് ടു ബോൺസ്. രണ്ട് ബോൺസ് തമ്മിൽ മീറ്റ് ചെയ്യുന്ന പ്ലേസിൽ കാണുന്ന സ്ട്രക്ചറാണ് ജോയിൻസ്. ദേ ഹെൽപ്പ് ഇൻ ദ മൂവ്മെൻറ്റ് ഓഫ് ബോൺസ്. ബോൺസിൻ്റെ മൂവ്മെൻറ്റിനെ സഹായിക്കുന്നത് ജോയിൻസ് ആണ്. ഓക്കെ, സോ ജോയിൻസ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ബോഡി പാർട്സൊക്കെ ബെൻഡ് ചെയ്യാനും ഫോൾഡ് ചെയ്യാനും സാധിക്കുന്നത്. ജോയിൻസ് ഗിവ് മോർ ഫ്ലെക്സിബിലിറ്റി ടു ബോൺസ് ടു മൂവ്. ബോൺസിന് മൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്നത് ജോയിൻസ് ആണ്. ദർ ആർ 4 ടൈപ്സ് ഓഫ് ജോയിൻറ്റ്: പൈവറ്റ് ജോയിൻറ്റ്, ഹിഞ്ച് ജോയിൻറ്റ്, ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്, ഗ്ലൈഡിംഗ് ജോയിൻറ്റ്. അതിൽ പൈവറ്റ് ജോയിൻറ്റ് ക്യാരക്ടറിസ്റ്റിക് ഇനാബിൾ മൂവ്മെൻറ്റ് ഇൻ ഡിഫറെൻറ്റ് ഡയറക്ഷൻ. ഡിഫറെൻറ്റ് ഡയറക്ഷനിലെ മൂവ്മെൻറ്റിനെ സഹായിക്കുന്നത് പൈവറ്റ് ജോയിൻ്റ് ആണ്. ആൻഡ് വെർ ഇസ് ദ ലൊക്കേഷൻ? എവിടെയാണ് ഈ ജോയിൻസ് കാണുന്നത്? ദ പോയിൻറ്റ് വെയർ ദ ഫസ്റ്റ് വെർട്ടിബ്ര ജോയിൻസ് ദ സ്കൾ. വെർട്ടിബ്രൽ കോളത്തിലെ ആദ്യത്തെ വെർട്ടിബ്രൽ ബോൺ സ്കള്ളുമായി ജോയിൻ ചെയ്യുന്ന പ്ലേസിൽ കാണുന്ന ജോയിൻ്റ് ആണ് പൈവറ്റ് ജോയിൻറ്റ്. സെക്കൻഡ് വൺ, ഹിഞ്ച് ജോയിൻറ്റ്. ഇനാബിൾ മൂവ്മെൻറ്റ് ഇൻ വൺ ഡയറക്ഷൻ എലോൺ ലൈക്ക് എ ഹിഞ്ച്. ഒരു ഡയറക്ഷനിലുള്ള മൂവ്മെൻറ്റിനെ സഹായിക്കുന്നത് ഹിഞ്ച് ജോയിൻ്റ് ആണ്. ഡോറിൻ്റെ ഒക്കെ മൂവ്മെൻറ്റ് പോലെ. ഡോറിൻ്റെ മൂവ്മെൻറ്റ് ഒരു ഡയറക്ഷനാണ്. അതുപോലുള്ള മൂവ്മെൻറ്റ്സിനെ സഹായിക്കുന്നത് ഹിഞ്ച് ജോയിൻ്റ് ആണ്. എക്സാമ്പിൾ എൽബോ ജോയിൻറ്റ്. കൈമുട്ടിലുള്ള ജോയിൻറ്റും നീ ജോയിൻറ്റ്, കാൽമുട്ടിലുള്ള ജോയിൻറ്റും എൽബോ ജോയിൻ്റ് ആണ്. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്. ഇനാബിൾ മൂവ്മെൻറ്റ് ഇൻ ഓൾ ഡയറക്ഷൻ. എല്ലാ ഡയറക്ഷനിലും മൂവ്മെൻറ്റിനെ സഹായിക്കുന്നത് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആണ്. എക്സാമ്പിൾ ഷോൾഡർ ജോയിൻറ്റ്, നമ്മുടെ ഷോൾഡറിൽ കാണുന്ന ജോയിൻറ്റ്. അതേപോലെ ഹിപ്പ് ജോയിൻറ്റ്, ഹിപ്പ് ഏരിയയിൽ കാണുന്ന ജോയിൻറ്റും ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആണ്. ഗ്ലൈഡിംഗ് ജോയിൻറ്റ്. ഇനാബിൾ ഗ്ലൈഡിംഗ് മൂവ്മെൻറ്റ്. ഗ്ലൈഡിംഗ് മൂവ്മെൻറ്റിന് സഹായിക്കുന്നത് ഗ്ലൈഡിംഗ് ജോയിൻ്റ് ആണ്. ഗ്ലൈഡിംഗ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബോണ് മറ്റൊരു ബോണിൻ്റെ മേലെ ഗ്ലൈഡ് ചെയ്തിട്ടുള്ള മൂവ്മെൻറ്റ്. ഓക്കെ, മൂവ് ചെയ്തിട്ടുള്ളതാണ് ഗ്ലൈഡിംഗ് മൂവ്മെൻറ്റ്. എക്സാമ്പിൾ റിസ്റ്റ് ജോയിൻറ്റ് ആൻഡ് ഓൾസോ ആങ്കിൾ ജോയിൻറ്റ്. നെക്സ്റ്റ് ടോപ്പിക് സ്ട്രക്ചർ ഓഫ് ജോയിൻറ്റ്. 4 ടൈപ്പ് ജോയിൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ജോയിൻസിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. എന്തൊക്കെ സ്ട്രക്ചേഴ്സ് കാണുന്നുണ്ട്, എന്തൊക്കെ പാർട്സ് കാണുന്നുണ്ടെന്ന് നോക്കാം. ദാറ്റ് ഈസ് ക്യാപ്സ്യൂൾ. ഫിഗർ ഒബ്സർവ് ചെയ്യണം. ഓക്കെ, ഫിഗർ വരക്കാം. ക്യാപ്സ്യൂൾ കവേഴ്സ് ആൻഡ് പ്രൊട്ടക്റ്റ് ദ ജോയിൻറ്റ്. ജോയിൻറ്റിനെ കവർ ചെയ്ത് കാണുന്നതും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും ക്യാപ്സ്യൂളാണ്. സിനോവിയൽ മെംബ്രെയിൻ സെക്രീറ്റ് സിനോവിയൽ ഫ്ലൂയിഡ്. ജോയിൻസിൽ കാണുന്ന ഒരു മെംബ്രെയിനാണ് സിനോവിയൽ മെംബ്രെയിൻ. സിനോവിയൽ മെംബ്രെയിന് സിനോവിയൽ ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്യും. സിനോവിയൽ ഫ്ലൂയിഡ് ഫങ്ഷൻസ് ആസ് എ ലൂബ്രിക്കൻറ്റ് ബിറ്റ്വീൻ ദ ബോൺസ്. രണ്ട് ബോൺസിൻ്റെ ഗ്യാപ്പിലായി കാണുന്ന ഫ്ലൂയിഡാണ് സിനോവിയൽ ഫ്ലൂയിഡ്. ഇതൊരു ലൂബ്രിക്കൻ്റായി വർക്ക് ചെയ്യും. ലൂബ്രിക്കൻറ്റ് മീൻസ് രണ്ട് ബോൺസ് തമ്മിലുള്ള ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ലൂബ്രിക്കൻ്റായി സിനോവിയൽ ഫ്ലൂയിഡ് വർക്ക് ചെയ്യും. കാർട്ടിലേജ് റെഡ്യൂസസ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ബോൺസ്. രണ്ട് ബോൺസ് തമ്മിലുള്ള ഫ്രിക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു സ്ട്രക്ചറാണ് കാർട്ടിലേജ്. ലിഗമെൻറ്റ്സ്
എൻഷുർ ദാറ്റ് ബോൺസ് ആർ നോട്ട് ഡിസ്പ്ലേസ്ഡ് ആൻഡ് ഹോൾഡ്സ് ദം ഇൻ പൊസിഷൻ. രണ്ട് ബോൺസിനെയും അതിൻ്റെ പൊസിഷനിൽ തന്നെ നിർത്തുന്നത് ലിഗമെൻറ്റ്സ് ആണ്. ഫങ്ഷൻസ് ഓഫ് സ്കെലറ്റൽ സിസ്റ്റം ഗിവ് ഷേപ്പ് ടു ദ ബോഡി. ബോഡിക്ക് ഒരു പ്രത്യേക ഷേപ്പ് നൽകുന്നത് സ്കെലറ്റൽ സിസ്റ്റം ആണ്. ഹെൽപ്സ് ഇൻ ഹിയറിംഗ്. സോ ഹിയറിംഗ് മീൻസ് ദർ ആർ 3 ബോൺസ് ഇൻ അവർ ഇയർ. നമ്മുടെ ചെവിക്കകത്ത് 3 ബോൺസ് ഉണ്ട്. അത് ഹിയറിങ്ങിനെ സഹായിക്കുന്നു. പ്രൊട്ടക്ട് ദ ബോഡി. നമ്മുടെ ബോഡിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും സ്കെലറ്റൽ സിസ്റ്റം ആണ്. ഫോർ എക്സാമ്പിൾ ബ്രെയിനിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് സ്കള്ളാണ്. അങ്ങനെ ഓക്കെ. നെക്സ്റ്റ് ഹെഡിങ് സ്കെലറ്റൽ ആൻഡ് മസ്കുലാർ ഡിസോർഡേഴ്സ്. സ്കെലറ്റൽ സിസ്റ്റത്തിനെയും മസ്കുലാർ സിസ്റ്റത്തിനെയും എഫക്റ്റ് ചെയ്യുന്ന ഡിസീസസ് അല്ലെങ്കിൽ ഡിസോർഡേഴ്സ് ഏതൊക്കെയാണ്? ഡിസീസ് ഫസ്റ്റ് വൺ റുമാറ്റിക് ആർത്രൈറ്റിസ്. റീസൺ കോസ്ഡ് ബൈ ഇൻഫെക്ഷൻ ഇൻ ജോയിൻറ്റ്സ്, ഇഞ്ചുറീസ്, ഡീജനറേറ്റീവ് ചേഞ്ചസ് ഡ്യൂ ടു ഓൾഡ് ഏജ്, ഡാമേജ് ടു കാർട്ടിലേജ്. കാർട്ടിലേജിനാണ് ഡാമേജ് വരിക. ഇതിൻ്റെ റീസൺ എന്താണ്? ഇൻഫെക്ഷൻ ആവാം, ജോയിൻസിലുള്ള ഇൻഫെക്ഷൻ, അല്ലെങ്കിൽ ഇഞ്ചുറീസ്, ഡീജനറേറ്റീവ് ചേഞ്ചസ് ഡ്യൂ ടു ഓൾഡ് ഏജ്, ഓൾഡ് ഏജ് ആയത് കാരണം സംഭവിക്കുന്ന ചേഞ്ചസ്, ഇതൊക്കെ കാരണം റിമാറ്റിക് ആർത്രൈറ്റിസ് വരാം. സിംറ്റം സിവിയർ പെയിൻ, ഇൻകേപ്പബിൾ ഓഫ് മൂവിങ് ജോയിൻസ്. ജോയിൻസ് മൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, നല്ല വേദന ഉണ്ടായിരിക്കും. ഡിസ്ലൊക്കേഷൻ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ബോൺസ് ഇൻ ജോയിൻസ്, ഡാമേജ് ടു ലിഗമെൻറ്റ്സ്. ലിഗമെൻറ്റ്സിന് ഡാമേജ് വരുന്നത് കാരണം ഡിസ്ലൊക്കേഷൻ സംഭവിക്കാം. ലിഗമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ബോൺസിനെ അതിൻ്റെ പൊസിഷനിൽ നിർത്തുന്നത് ലിഗമെൻറ്റ്സ് ആണ്. ഓക്കെ. സോ ലിഗമെൻറ്റ്സിന് പ്രോബ്ലം വന്നാൽ ബോൺസ് ഡിസ്പ്ലേസ്ഡ് ആകും. സിവിയർ പെയിൻ, ഒഡീമ ആൻഡ് ഡിഫിക്കൽട്ടി ഇൻ മൂവ്മെൻറ്റ്സ്. നല്ല വേദനയായിരിക്കും, വീക്കം വെക്കും, ആ ഭാഗത്ത് വീക്കം വെക്കും, ആൻഡ് ഡിഫിക്കൽട്ടി ഇൻ മൂവ്മെൻറ്റ്സ്. നെക്സ്റ്റ് ഡിസീസ് സ്പ്രെയിൻ. റീസൺ ദ സ്ട്രെച്ചിങ് ഓർ ബ്രേക്കിംഗ് ഓഫ് ലിഗമെൻറ്റ്സ്. ലിഗമെൻറ്റ്സ് സ്ട്രെച്ച് ചെയ്യുന്നത് കാരണോ ബ്രേക്ക് ചെയ്യുന്നത് കാരണോ സ്പ്രെയിന് സംഭവിക്കാം. സ്പ്രെയിൻ മീൻസ് ഉളുക്ക്. സിവിയർ പെയിൻ ആൻഡ് ഒഡീമ സിംറ്റം. നെക്സ്റ്റ് വൺ ഓസ്റ്റിയോപൊറോസിസ്. ബോൺസ് ബിക്കം ബ്രിറ്റിൽ ആൻഡ് കോസ് ഫ്രാക്ചർ. ബോൺസ് സോഫ്റ്റായി ഫ്രാക്ചർ സംഭവിക്കും ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് കാൽഷ്യം, ഡിഫക്റ്റ് ഇൻ മെറ്റബോളിക് ആക്ടിവിറ്റീസ് ആൻഡ് ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ ഡി. സോ ഓസ്റ്റിയോപൊറോസിസിന് കാരണം ഡെഫിഷ്യൻസി ഓഫ് കാൽഷ്യം അല്ലെങ്കിൽ വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡി കുറഞ്ഞാലോ കാൽഷ്യം കുറഞ്ഞാലോ ഓസ്റ്റിയോപൊറോസിസ് വരാം. അല്ലെങ്കിൽ മെറ്റബോളിക് ആക്ടിവിറ്റീസിൽ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന കെമിക്കൽ റിയാക്ഷൻസിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിലും ഓസ്റ്റിയോപൊറോസിസ് വരാം. സിംറ്റംസ് സിവിയർലി എഫക്റ്റ് ഹിപ്പ് ബോൺസ്, റിസ്റ്റ് ആൻഡ് വെർട്ടിബ്രൽ കോളം. എഫക്റ്റ് ചെയ്യുന്നത് ഹിപ്പ് ബോൺ, റിസ്റ്റ് ആൻഡ് വെർട്ടിബ്രൽ കോളം, ഇത്രയും ഭാഗങ്ങളെയാണ്. മസ്കുലാർ ഡിസ്ട്രോഫി ഡീജനറേഷൻ ഓഫ് മസിൽസ് ഡ്യൂ ടു വേരിയസ് റീസൺസ് ജനറലി എഫക്റ്റ് ബോയ്സ്. സോ മസിൽസ് ഡീജനറേറ്റ് ആയിപ്പോവും, നശിച്ചു പോകും. അത് കാരണം വരുന്ന ഡിസീസാണ് മസ്കുലാർ ഡിസ്ട്രോഫി. ജനറലി എഫക്റ്റ് ചെയ്യുന്നത് ബോയ്സിനെയാണ്. മസിൽസ് ബിക്കം വീക്ക്. നെക്സ്റ്റ് ഹെഡിങ് എൻഡോസ്കെലട്ടൺ ആൻഡ് എക്സോസ്കെലട്ടൺ. എൻഡോസ്കെലട്ടൺ സ്കെലട്ടൺ ഈസ് സീൻ ഇൻസൈഡ് മസിൽ. എക്സാമ്പിൾ വെർട്ടിബ്രേറ്റ്സ്. മസിൽസിൻ്റെ അകത്തായിട്ടാണ് സ്കെലട്ടൺ കാണുക. സ്കെലട്ടൺ അകത്തും മസിൽസ് പുറത്തും. എക്സാമ്പിൾ വെർട്ടിബ്രേറ്റ്സ്. ഹ്യൂമൻ ബീങ്സ് ഒക്കെ വെർട്ടിബ്രേറ്റ്സിൽ പെടുന്നതാണ്. എക്സോസ്കെലട്ടൺ സ്കെലട്ടൺ ഈസ് സീൻ ഔട്ട്സൈഡ്. സ്കെലട്ടൺ കാണുന്നത് പുറത്താണ്, മസിൽസിന് പുറത്താണ് സ്കെലട്ടൺ കാണുക. എക്സാമ്പിൾ ഇൻ ദ കേസ് ഓഫ് ക്രാബ്, പ്രോൺ എക്സെട്ര. റെമനൻസ് ഓഫ് എക്സോസ്കെലട്ടൺ ഇൻ ഓർഗാനിസംസ് ദാറ്റ് ഹാവ് എൻഡോസ്കെലട്ടൺ. അതായത് എൻഡോസ്കെലട്ടൺ ഉള്ള ഓർഗാനിസംസിൽ, സ്കെലട്ടൺ അകത്ത് കാണുന്ന ഓർഗാനിസംസിൽ ചില റെമനൻസ് കാണാം, എക്സോസ്കെലട്ടൻ്റെ അവശിഷ്ടങ്ങൾ കാണാം. എന്തൊക്കെയാണ്? ഇൻ ദ കേസ് ഓഫ് ഹ്യൂമൻ ബീങ്സിൻ്റെ കേസിൽ നെയിൽ, ഹെയർ ഇതൊക്കെ എക്സോസ്കെലട്ടൺ ആണ്, പുറത്ത് കാണുന്ന സ്കെലട്ടൻ്റെ പാർട്സ് ആണ്. റെപ്റ്റൈൽസിൻ്റെ കേസിൽ സ്കെയിൽസ്, അതിൻ്റെ ബോഡിയിൽ കാണുന്ന സ്കെയിൽസ്, നെയിൽ ഇതൊക്കെ എക്സോസ്കെലട്ടൺ പോർഷൻ ആണ്. ബേർഡ്സ് വെർട്ടിബ്രേറ്റ് ആണ്, എൻഡോസ്കെലട്ടൺ ആണ്, പക്ഷെ അതിന് ബീക്ക് ഉണ്ട്. ബീക്ക് എക്സോസ്കെലട്ടൺ പോർഷൻ ആണ്. ഹോസിൻ്റെ ഹൂവ്സ്, കുളമ്പ് എക്സോസ്കെലട്ടൺ പോർഷൻ ആണ്. നെക്സ്റ്റ് വൺ ലോക്കോമോഷൻ വിത്തൗട്ട് സ്കെലട്ടൺ. സ്കെലട്ടൺ ഇല്ലാതെ തന്നെ മൂവ് ചെയ്യാൻ സാധിക്കുന്ന ഓർഗാനിസംസ് ഉണ്ട്. അതിന് സഹായിക്കുന്ന സ്ട്രക്ചേഴ്സും ഓർഗാനിസംസും നോക്കാം. ഓർഗാനിസം പാരമീസിയം. ലോക്കോമോട്ടറി സ്ട്രക്ചർ ഏതാണ്? സീലിയ. സോ സീലിയൻ്റെ സഹായത്തോടു കൂടിയാണ് പാരമീസിയം മൂവ് ചെയ്യുന്നത്. യുഗ്ലീന ലോക്കോമോട്ടറി സ്ട്രക്ചർ ഫ്ലജല്ലം. എർത്ത് വോം ലോക്കോമോട്ടറി സ്ട്രക്ചർ സർക്കുലാർ ആൻഡ് ലോങ്ങിറ്റ്യൂഡിനൽ മസിൽസ്. ഓൾസോ സെറ്റ്. ഇത് രണ്ടും എർത്ത് വോമിൻ്റെ മൂവ്മെൻറ്റിന് സഹായിക്കുന്നു. ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്റ്. മൂവ്മെൻറ്റ് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ഒക്യോറിങ് ഇൻ എനി പാർട്ട് ഓഫ് ദ ബോഡി. നമ്മുടെ ബോഡിയുടെ ഏതെങ്കിലും പാർട്ടിൽ നടക്കുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണ് മൂവ്മെൻറ്റ്. ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് എൻറ്റയർ ബോഡി ഈസ് കോൾഡ് ലോക്കോമോഷൻ. നമ്മുടെ എൻറ്റയർ ബോഡി ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് മൂവ് ചെയ്യുന്നതാണ് ലോക്കോമോഷൻ. ഡൈവേഴ്സിറ്റി ഓഫ് ലോക്കോമോഷൻ ഇൻ അനിമൽ വേൾഡ്. അനിമൽ വേൾഡിൽ കാണുന്ന ഡിഫറെൻറ്റ് ലോക്കോമോഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. വെറൈറ്റീസ് ഓഫ് ലോക്കോമോഷൻ. ആർക്ടിക് ടേൺ.
This Gulliver travels every year to and fro between North Pole and South Pole. നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്കും സൗത്ത് പോളിൽ നിന്ന് നോർത്ത് പോളിലേക്കും മൈഗ്രേറ്റ് ചെയ്യുന്ന ലോക്കോമോഷൻ നടത്തുന്ന ഓർഗാനിസമാണ് ആർട്ടിക് ടേൺ. മൊണാർക്ക് ബട്ടർഫ്ലൈ, എ ബ്യൂട്ടിഫുൾ ഷോർട്ട് ലിവ്ഡ് ബട്ടർഫ്ലൈ, ഇറ്റ്സ് ലൈഫ് ഡെഡിക്കേറ്റഡ് ഫോർ മൈഗ്രേഷൻ. മൈഗ്രേഷന് വേണ്ടി ലൈഫ് ഡെഡിക്കേറ്റ് ചെയ്ത ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈ ആണ് മൊണാർക്ക് ബട്ടർഫ്ലൈ. ഹംബാക്ക് വെയിൽ, എ ജയൻറ്റ് മാമൽ ദാറ്റ് ട്രാവൽസ് അപ് ടു 5000 കിലോമീറ്റേഴ്സ് ഫോർ ഫുഡ് ആൻഡ് റീപ്രൊഡക്ഷൻ. ഫുഡിന് വേണ്ടിയും റീപ്രൊഡക്ഷന് വേണ്ടിയും 5000 കിലോമീറ്റേഴ്സ് വരെ ട്രാവൽ ചെയ്യുന്ന ഒരു മാമലാണ് ഹംബാക്ക് വെയിൽ. നെക്സ്റ്റ് ടോപ്പിക്, പ്ലാൻ മൂവ്മെൻറ്റ്സ്. ദർ ആർ 2 types of plan movements, tropic movements and nastic movements. 2 type plan movements ഉണ്ട്, tropic movements and nastic movements. അതിൽ ഫസ്റ്റ് വൺ tropic movement. If the direction of plan movement is in accordance with the direction of stimulus, it is called tropic movement. സ്റ്റിമുലസിന് അനുസരിച്ചാണ് പ്ലാനിൻ്റെ മൂവ്മെൻ്റ് എങ്കിൽ അതിന് ട്രോപ്പിക് മൂവ്മെൻറ്റ്സ് എന്ന് പറയും. എക്സാമ്പിൾ ഫോട്ടോട്രോപ്പിസം, ജിയോട്രോപ്പിസം, എക്സെട്ര. Nastic movements. If the direction of plan movements is not in accordance with stimulus, it is called nastic movement. സ്റ്റിമുലസിന് പോലെ അല്ല, സ്റ്റിമുലസിന് അനുസരിച്ചല്ല പ്ലാൻ മൂവ്മെൻ്റ് എങ്കിൽ അതിന് നാസ്റ്റിക് മൂവ്മെൻറ്റ്സ് എന്ന് പറയും. എക്സാമ്പിൾ മൂവ്മെൻറ്റ് ഓഫ് മൈമോസ, ടച്ച് മീ നോട്ട് പ്ലാന്റ്. നെക്സ്റ്റ് ട്രോപ്പിക് മൂവ്മെൻറ്റ്സ് എഴുതാം. സോ ഫസ്റ്റ് വൺ ഫോട്ടോട്രോപ്പിസം. സ്റ്റിമുല ഏതാണ്? ലൈറ്റ്. സോ പ്ലാൻ പാർട്ട് ദാറ്റ് മൂവ്സ്. സ്റ്റെം എങ്ങനെയാണ്, റൂട്ട് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് നോക്കാം. സ്റ്റെം ടുവേർഡ്സ് ദ ഡയറക്ഷൻ ഓഫ് സ്റ്റിമുലസ്. സ്റ്റിമുലസിന് നേരെ മൂവ് ചെയ്യും. സ്റ്റിമുലസ് ഏതാണ്? ലൈറ്റ്. സോ പ്ലാനിൻ്റെ സ്റ്റെം ലൈറ്റിന് നേരെ മൂവ് ചെയ്യും. ആൻഡ് റൂട്ട് എഗെയിൻസ്റ്റ് ദ ഡയറക്ഷൻ ഓഫ് സ്റ്റിമുലസ്. റൂട്ട് ഗ്രോ ചെയ്യുന്നത് സ്റ്റിമുലസിന് ഓപ്പോസിറ്റ് ആയാണ്. സോ സ്റ്റിമുലസ് എന്ന് പറയുന്നത് ലൈറ്റാണ്. സോ ലൈറ്റ് മേലിൽ നിന്നാണ് കിട്ടുക, റൂട്ട് ഗ്രോ ചെയ്യുന്നത് താഴോട്ടേക്കാണ്. സോ റൂട്ട് ഗ്രോ എഗെയിൻസ്റ്റ് ദ ഡയറക്ഷൻ ഓഫ് സ്റ്റിമുലസ്. ജിയോട്രോപ്പിസം, അതിൽ സ്റ്റിമുലസ് ഗ്രാവിറ്റി ആണ്. സോ സ്റ്റെം എങ്ങനെയാണ് മൂവ് ചെയ്യുക? ഗ്രാവിറ്റി ഫീൽ ചെയ്യുന്ന താഴെ നിന്നാണ് അല്ലേ. സോ എഗെയിൻസ്റ്റ് ദ ഡയറക്ഷൻ ഓഫ് സ്റ്റിമുലസ്. സ്റ്റെം ഗ്രോ ചെയ്യുന്നത് മേലോട്ടാണ്. സോ സ്റ്റെം ഷോസ് മൂവ്മെൻറ്റ് എഗെയിൻസ്റ്റ് ദ സ്റ്റിമുലസ്. സ്റ്റിമുലസിന് എതിരായാണ് സ്റ്റെം മൂവ് ചെയ്യുക. റൂട്ട് മൂവ് ചെയ്യുന്നത് ടുവാർഡ്സ് ദ ഡയറക്ഷൻ ഓഫ് സ്റ്റിമുലസ്. സ്റ്റിമുലസിന് നേരെയാണ് റൂട്ട് മൂവ് ചെയ്യുന്നത്. നെക്സ്റ്റ് ട്രോപ്പിക് മൂവ്മെൻറ്റ് ഹൈഡ്രോട്രോപ്പിസം. ഇതിൽ സ്റ്റിമുലസ് വാട്ടറാണ്. സ്റ്റെം എഗെയിൻസ്റ്റ് ദ ഡയറക്ഷൻ ഓഫ് സ്റ്റിമുലസ്. സോ വാട്ടർ നമ്മൾ സോയിലാണ് ആഡ് ചെയ്യുക. സോ സ്റ്റെം എങ്ങനെയാണ് മൂവ് ചെയ്യുക? എഗെയിൻസ്റ്റ് ദ ഡയറക്ഷൻ ഓഫ് സ്റ്റിമുലസ്. സ്റ്റിമുലസിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുക. റൂട്ട് ടുവാർഡ്സ് ദ ഡയറക്ഷൻ ഓഫ് സ്റ്റിമുലസ്. റൂട്ട് ഗ്രോ ചെയ്യുന്നത് വെള്ളത്തിന് നേരെയാണ് അല്ലേ, വാട്ടറിന് നേരെയാണ്. നെക്സ്റ്റ് വൺ ഹാപ്റ്റോട്രോപ്പിസം. ഇതിൽ സ്റ്റിമുലസ് ടച്ച് ആണ്. സ്റ്റെം കാണിക്കുന്ന മൂവ്മെൻറ്റ് ടുവാർഡ്സ് ഓർ അറൗണ്ട് ദ ഓബ്ജെക്ട് ദാറ്റ് കോസസ് സ്റ്റിമുലസ്. അതായത് ഒരു സപ്പോർട്ടിനെ ഡിപ്പെൻഡ് ചെയ്ത് വളരുന്ന പ്ലാന്റ്സ് ഉണ്ട്. അങ്ങനെയുള്ള പ്ലാന്റ്സിന് നമ്മളൊരു സപ്പോർട്ട് വെച്ച് കൊടുക്കും അല്ലേ, വടി വെച്ച് കൊടുക്കും. അങ്ങനെയുള്ള കേസിൽ ടച്ച് ചെയ്തിട്ടാണ് ഈ പ്ലാന്റ് അതിനെ ചുറ്റി വരിക അല്ലേ. കിമോട്രോപ്പിസം, പ്രസൻസ് ഓഫ് കെമിക്കൽസ്. സ്റ്റിമുലൈ കെമിക്കൽസ് ആണ്. പ്ലാന്റ്സിൻ്റെ കേസിൽ പോളൻ ട്യൂബ് കെമിക്കൽസിന് നേരെ ഗ്രോ ചെയ്യും ടുവാർഡ്സ് ദ ഡയറക്ഷൻ വെയർ ദ കെമിക്കൽ ഈസ് പ്രസൻറ്റ്.